ഇപ്പൊ ഹേയുങ് അവളുടെ ലവ് അലാറം അടുപ്പിക്കുമ്പോഴാണ് അവിടേക്ക് സുൻഹോയും വരുന്ന അറിഞ്ഞിട്ട് ഇവൻ പെട്ടെന്ന് അവളെ അവൻ കാണാത്ത പോലെ സൈഡിലേക്ക് ഇരുത്തും. കാരണം ഇവന് അവൾ ഇഷ്ടമെന്നുള്ള കാര്യം സുൻഹോ മനസ്സിലാക്കാതിരിക്കാൻ. അങ്ങനെ അതിനുശേഷം സുൻഹോം ഇവൻ ആരടിച്ചിട്ടെന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ അവൻ അടിച്ചിട്ടൊന്നല്ല, സൈക്കിളിൽ നിന്ന് വീണളിയാന്ന് പറഞ്ഞ് അവനെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം ഇവളാണ് അവര് പോയതിനു ശേഷം ഹേയുങ്ങിനെ നോക്കിക്കൊണ്ട് അപ്പൊ സുൻഹോയുടെ ബെസ്റ്റ് ഫ്രണ്ടിന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൾ കൺഫ്യൂസ് ആയിരിക്കും. അപ്പോഴായിരിക്കും അവൾക്ക് ഓർമ്മ വരുന്ന അന്ന് ഹോട്ടലിൽ ഇവൾ ജോലി തണ്ടിരുന്നപ്പോ ഇവന്റെ ലവ് അലാറം അടിച്ച്. അതിനുശേഷം സുൻഹോ അവന്റെ കൂടെ ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് ഇനി തൊട്ട് അവന്റെ കൂടെ കാറ് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് ഹേയുങ്ങും ഇവനല്ലേ ഇന്ന് കാർ എടുത്ത് നേരത്തെ വന്നേന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ സുൻഹുവും പെട്ടെന്ന് അവളെ കാണാൻ പറഞ്ഞ കാര്യം ഓർമ്മ വന്നിട്ട് നേരെ അവിടേക്ക് ചെല്ലും. അതേസമയം അവൾ വെയിറ്റ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവൻ അടുത്തേക്ക് വന്നിട്ട് ഞാൻ വരാൻ കുറച്ച് ലേറ്റായി പോയെന്ന് പറഞ്ഞ് അവളോട് സോറി പറയും. അതിനുശേഷം അവനും സ്കൂളിൽ നിന്ന് ട്രിപ്പ് പോകുന്നുണ്ട്, നമുക്ക് ഡേജോ ഐലൻഡ് മൊത്തത്തിൽ അടിച്ചു പൊളിക്കാന്ന് ഇവളെ വിളിക്കുമ്പം ഇവളാണെ കുറച്ച് അപ്സെറ്റ് ആയിട്ട് അവൾ ട്രിപ്പിനൊന്നും വരുന്നില്ലെന്ന് പറയും. അതുകൊണ്ട് ഇവനെ മാത്രം പോകാൻ പറയുമ്പം അവന് വിഷമിച്ചിട്ട് അയ്യോ നീ ഇല്ലാതെ ഞാൻ പോയ ബോറല്ലേ, എങ്കിൽ പിന്നെ നീ പോകുന്നില്ലെങ്കിൽ ഞാനും പോകുന്നില്ല എന്നിന് അവൻ പറയുമ്പം അവൾ ഞാൻ കാരണം പോകാതിരിക്കണ്ട, ഇവൻ അവിടെ പോയ കുറെ ഫ്രണ്ട്സൊക്കെ കിട്ടും പറയും. അപ്പോഴാണ് അവനും എനിക്കുള്ള ഫ്രണ്ട്സൊക്കെ മതി, എനിക്കിപ്പോ വേണ്ടത് എന്റെ ഒപ്പം തന്നെ നിൽക്കുന്ന എന്റെ ഗേൾ ഫ്രണ്ടാന്ന് പറഞ്ഞ് അവളെ റൊമാൻറ്റിക് ആയിട്ട് പറഞ്ഞങ്ങ് വീഴ്ത്തും. അങ്ങനെ അതിനുശേഷം ഇവിടെ ക്ലാസ്സിൽ വെച്ച് ഗേൾസ് എല്ലാരും കൂടെ ഈ ലവ് അലാറം മാപ്പ് കണ്ടുപിടിച്ച വ്യക്തി അവന്റെ ഇഷ്ടം അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി കാണിക്കാൻ വേണ്ടിയാ ക്രിയേറ്റ് ചെയ്തെന്ന് പറയും. അങ്ങനെ അത് എത്രമാത്രം റൊമാൻറ്റിക് ആന്ന് ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം അതേസമയം ഇത് കേട്ട് ജോജോയുടെ കസിനും ഒരേ അവളല്ല പെങ്കൊച്ചായിരുന്നെങ്കിൽ അവളാണ് അപ്പൊ തന്നെ ആ പയ്യന് ഓക്കെ പറഞ്ഞെന്ന് പറയും. അപ്പോഴാണ് ഇത് കേട്ട് ഗുവാണ് കുറച്ച് അപ്സെറ്റ് ആയിട്ടിരിക്കും. കാരണം ഇവനെ കണ്ടാൽ പോലെ അവൾ ഇഷ്ടപ്പെടുന്നില്ല. അതിനുശേഷം ടീച്ചർ ഇവനെ വിളിക്കുമ്പം അവനെ കണ്ട് അവിടുത്തെ ഗേൾസ് എല്ലാം കൂടെ ഒരു വെറുത്ത ഫീലിംഗ് കാണിക്കും. പക്ഷെ അവൻ ഒരു തെറ്റുപോലും ചെയ്തിട്ടില്ല. അങ്ങനെ അതിനുശേഷം സ്കൂൾ കഴിഞ്ഞ് ജോജോ ഹോട്ടലിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ടിലാണ് സുൻഹോ വന്നിട്ട് ഇന്ന് ഇവള് ജോലിക്ക് പോകണ്ട അവൻ്റെ കൂടെ കറങ്ങാൻ വേണ്ടി വരാൻ പറയും. പക്ഷെ അവളാണ് ജോലിയിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയുമ്പോൾ അവന് തീർച്ചയായിട്ടും ഇവളെ പുറത്താക്കത്തില്ലെന്ന് പറഞ്ഞ് അവളെ വിളിച്ചോണ്ട് അവിടെ നിന്ന് പോകും. ഇതേ സമയം ഹെയ്യുങ്ങും സന്തോഷത്തി അവളെ കാണാനുള്ള ആഗ്രഹത്തിൽ ജോലിക്ക് വരുമ്പോഴാണ് അവിടെ സുൻഹോയുടെ ഡ്രൈവർ ആയിരിക്കും അവൾക്ക് വരും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവൻ അടുത്തേക്ക് ചെന്ന് നിങ്ങളെപ്പോ തൊട്ട് ഇവിടെയൊക്കെ വർക്ക് ചെയ്യാൻ തുടങ്ങിയെന്ന് അവനും കളിയാക്കുമ്പോൾ അയാളാണ് എനിക്കും അറിയത്തില്ല, ഇതൊക്കെ സുൻഹോ ഇയാളെ ബ്ലാക്ക് മെയിൽ ചെയ്യിപ്പിച്ചെന്ന് പറയും. അതുകൊണ്ട് അവൻ സന്തോഷത്തി ഇപ്പൊ ജോജായിട്ട് ഡേറ്റ് ആയിരിക്കും എന്ന് പറഞ്ഞ് ഇയാളും പറയുമ്പം ഇത് കേട്ട് അവനാണ് കുറച്ച് സങ്കടത്തി അവളെ കുറിച്ച് തന്നെ ആലോചിച്ചോണ്ടിരിക്കും. എന്നിട്ട് സുൻഹോ ഇവിടെ അവളെയും വിളിച്ചോണ്ട് സ്കേറ്റിങ്ങിന് വരുമ്പോഴാണ് അവനാണ് സ്കേറ്റ് അറിയത്തില്ല. അപ്പോഴാണ് അവളും സ്കേറ്റ് അറിയാതെയാണ് നീ എന്നെ എങ്ങോട്ടേക്ക് വിളിച്ചോണ്ടെന്ന് പറഞ്ഞ് അവനെ കളിയാക്കുമ്പം അവന് ചുമ്മാ കളിയൊക്കെ തന്നെ ഒന്ന് പഠിപ്പിച്ചാന്ന് പറഞ്ഞ് ഇവളെ വിളിക്കും. അപ്പോഴാണ് അവളും എങ്കിൽ പിന്നെ എന്റെ കൈ പിടിച്ചോന്ന് പറഞ്ഞ് അവനെ സ്കേറ്റിംഗ് പഠിപ്പിച്ചോണ്ടിരിക്കുമ്പം പെട്ടെന്ന് ഇവന്റെ ഫോണിൽ കുറെ ലവ് അലാറം ഇങ്ങനെ അടിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അത് കണ്ട് അവനും ഇതവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൻ ഓഫ് ചെയ്യാന്ന് പറയുമ്പം അവളത് വലിയ കാര്യമായിട്ട് എടുക്കാതെ എന്തായാലും ഇവന്റെ ലവ് അലാറം അവളുടെ ഫോണിൽ മാത്രമല്ല അടിക്കുന്നുള്ളെന്ന് പറഞ്ഞ് അവൾ സന്തോഷത്തിരിക്കും. അപ്പോഴാണ് അവനും എങ്കിൽ പിന്നെ കയ്യും തന്നെയെന്ന് പറഞ്ഞ് അവൻ നേരെ നിൽക്കാൻ നോക്കുമ്പം ഇവള് ഞാൻ തരത്തില്ലെന്ന് അവനായിട്ട് കുറെ ആക്കിക്കൊണ്ടിരിക്കും. അതിനുശേഷം അവൻ അവളുടെ കൈ കയറി പിടിച്ചിട്ട് ഇനി ഞാൻ ഒരിക്കലും നിന്റെ കൈവിടത്തില്ലെന്ന് ഇവ രണ്ടുപേരും റൊമാൻസ് ചെയ്യും. അതിനുശേഷം അവനും പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് അവിടുത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീവയെ കണ്ടിട്ട് അവളും ജോലിക്ക് പോകാത്തോണ്ട് ആദ്യമായിട്ടാ ഇങ്ങനത്തെ വീവ കാണുന്നതെന്ന് പറയും. അങ്ങനെ അത് കാണാൻ ബ്യൂട്ടിഫുൾ ആന്ന് പറയുമ്പം ഇവൻ അത് നോക്കാതെ ഇവളെ കണ്ടിട്ട് കുറെ ബ്യൂട്ടിഫുൾ ആന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് അവളും പെട്ടെന്ന് ഇവന്റെ ഫേസ് കിസ് ചെയ്തിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഓടിപ്പോകും. അങ്ങനെ അതിനുശേഷം ഇവർ ഒരുമിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവൾ സൂപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവനും അതിനു മുമ്പേ പോകണമെന്ന് പറഞ്ഞ് ഇവളെ കുറച്ച് സമയം കൂടെ നിൽക്കാൻ പറയുമ്പോൾ അവള് നമുക്ക് നാളെ കാണാലോ എന്ന് പറഞ്ഞിട്ട് ഇവന് ബായ് പറയാൻ മനസ്സിലാതെ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവള് പോയ അടുത്ത സെക്കൻഡ് അവളുടെ കസിൻ പുറകെ വന്ന് ഇവനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് അറിയും. അതേസമയം ജോജയും ഇന്ന് ഇവര് കറങ്ങിയ സ്ഥലമൊക്കെ എടുത്ത് അവളുടെ പ്രൊഫൈൽ പിക്ചറാക്കി സന്തോഷപ്പെടുമ്പോഴാണ് അതേസമയം അവളുടെ കസിനായിട്ട് സംസാരിച്ചിട്ട് സുൻഹോ ഹേയിന്റെ വീട്ടിൽ വന്ന് വിഷമിച്ചിരിക്കും. അപ്പോഴാണ് ഇത് മനസ്സിലാക്കുന്ന അവനും എന്തോ ഭക്ഷണം എന്ന് പറഞ്ഞ് ഇവനോട് ചോദിച്ചു മനസ്സിലാക്കുമ്പോൾ സുൻഹോയും ജോജോയ്ക്ക് ഇവനെ സഹായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതെങ്ങനെയാ ചെയ്യേണ്ടത് ഇവൻ അറിയത്തില്ലെന്ന് പറയും. അപ്പോഴാണ് ഹേയുങ്ങും പറയുന്നത് ഇവൻ സങ്കടത്തിരിക്കുമ്പോഴൊക്കെ അവൻ എങ്ങനെയാണോ കൂടെ നിന്ന് സഹായിക്കുന്നത് അതേപോലെ അവളെ സഹായിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ഇവനോട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിച്ചാലും അവൻ ഇപ്പോഴും ജോജോയെ കുറിച്ച് ആലോചിച്ച് നല്ല വിഷമിച്ചിരിക്കുക. അതുകൊണ്ട് അവനും ഇനി അവളുടെ ഫോണിൽ ഇവന്റെ ലവ് അലാറം അടിക്കില്ലെന്ന് അറിഞ്ഞിട്ട് അവനത് അൺഇൻസ്റ്റാൾ ചെയ്യും. അതിനുശേഷം അടുത്ത ദിവസം സ്കൂളിൽ വെച്ച് സാറാണ് ജോജോയ്ക്ക് ഇവിടെ ക്യാൻറ്റീനിലെ കാർഡ് കൊടുത്തിട്ട് ഇന്നെങ്കിലും ഡയറ്റ് ഇരിക്കാതെ ഇവളെ കഴിക്കാൻ വേണ്ടി പറയും. അതുകൊണ്ട് അവളാണ് സന്തോഷത്തി മിക്കവാറും ഇവളുടെ ആന്റി ആയിരിക്കും ഇവൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ പൈസ കൊടുത്തതെന്ന് അറിഞ്ഞ് അവൾ അവിടെ നിന്ന് പുറത്തേക്ക് വരുമ്പം ഇവളുടെ ഫ്രണ്ട് ഹെയ്യോങ് ഇങ്ങനെ നടന്നു വരും. അതുകൊണ്ട് അവൾ കുറച്ച് പേടിച്ചിരിക്കുമ്പം അവനാണ് അടുത്തേക്ക് വന്നിട്ട് ഇവളുടെ കയ്യിൽ നിന്ന് ക്യാൻറ്റീനിലെ കാർഡ് താഴേക്ക് നിന്ന് കൊടുത്തിട്ട് പോകും. അപ്പോഴാണ് ഇവൾ നോക്കുമ്പോൾ ഇവളുടെ ഫോണിലെ ലവ് അലാറമിൽ സൗണ്ട് കേൾക്കത്തില്ല. അതിനുശേഷം ഉച്ച സമയത്ത് ഇവളും ആദ്യമായിട്ട് ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് വാങ്ങിക്കുമ്പോഴാണ് ഇവളുടെ കൂട്ടുകാരുടെ അടുത്ത് ഇരിക്കാൻ വേണ്ടി നോക്കും. പക്ഷെ അവളാണ് ഇവൾ ഒട്ടും തന്നെ മൈൻഡ് ചെയ്യത്തില്ല. അതുകൊണ്ട് ഇവളും അവൾ ഒറ്റയ്ക്കിരുന്ന ഗുവിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുമ്പോഴാണ് അവിടേക്ക് വന്ന് സുൻഹയാണ് ഇവളുടെ അടുത്തേക്ക് വന്നിരിക്കും. അതുകൊണ്ട് അവളും കുറച്ച് ഷൈ ആയിട്ട് എന്തിനാ ഇവളുടെ അടുത്ത് വന്നിരിക്കുന്ന ചോദിക്കുമ്പോൾ അവന് നിന്റെ അടുത്തിരിക്കാതെ പിന്നെ ആരുടെ അടുത്തിരിക്കും എന്ന് പറഞ്ഞ് അവളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവളാണ് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവരുടെ സംസാരിക്കും.
നോക്കിക്കൊണ്ടിരിക്കുമ്പം ഇത് കാണുന്ന അവളുടെ കസിനാണ് മൊത്തത്തിൽ ആള് കത്തിക്കൊണ്ടിരിക്കും. അതിനുശേഷം സുൻഹോ ഫുഡ് കഴിച്ചിട്ട് ഹെയോങ്ങിനെ കാണാൻ വേണ്ടി വരുമ്പോഴാണ് അവനാണ് ഇനി തൊട്ട് അവൻ ഇവന്റെ കൂടെ ഫുഡ് കഴിക്കാൻ വരാൻ പറ്റത്തില്ലെന്ന് പറയും. കാരണം ഇവനും ജോജോയും കൂടെ ഇരിക്കുമ്പം അവൻ കുറച്ച് ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നില്ലെന്ന് പറഞ്ഞ് ഇവന്റെ കൂടെ സംസാരിച്ചോണ്ടേ പോകും. ഇതേ സമയം ഇവിടെ ജോജോയും അവരുടെ സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് സുൻഹോയുടെ അമ്മ എഴുതിയ ഒരു ബുക്ക് വായിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന ഗു ആണ് ഇവള് സുൻഹോയും കൂടെ പരസ്പരം ഇഷ്ടത്തിലാണെന്ന് ചോദിക്കുമ്പോൾ അവൾ സന്തോഷത്തിലാണെന്ന് പറയും. അതിനുശേഷം അവനും നിങ്ങളെ കാണാനും നല്ല പേരാന്ന് പറഞ്ഞ് അവൾക്ക് കൺഗ്രാറ്റ്സ് പറയും. അതിനുശേഷം വീട്ടിൽ വെച്ച് ജോജോയുടെ കസിനാണ് ഇവൾക്ക് ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാനുള്ള കാരണം ഇവളുടെ അമ്മയൊന്നല്ലെന്ന് പറഞ്ഞ് അവൾ താങ്ക് യു അയച്ച മെസ്സേജ് കണ്ട് ഇവളും ചിരിച്ചോണ്ടിരിക്കും. അതുകൊണ്ട് ജോജോ ആണ് ഷോക്കായിട്ട് അപ്പൊ ആന്റി അല്ലേ എന്റെ ക്യാൻറ്റീനിലെ ഫീസ് അടച്ചെന്ന് ഇവള് ചോദിക്കുമ്പോൾ അവളുടെ കസിനെ കളിയാക്കി ചിരിച്ചോണ്ട് എന്റെ അമ്മ എന്തിനാടി നിന്നെ സഹായിക്കുന്നതെന്ന് പറഞ്ഞ് ഇവള് കഷ്ടപ്പെടുന്ന അറിഞ്ഞ് ഇവളുടെ ബോയ് ഫ്രണ്ട് സുൻഹോ ചെയ്തതെന്ന് പറയും. അങ്ങനെ ഇന്നലെ ഇവളുടെ സിറ്റുവേഷനൊക്കെ ആ സുൻഹോയോട് പറഞ്ഞുകൊണ്ട് അവൻ സഹതാപം കൊണ്ട് ഇതൊക്കെ ചെയ്തതെന്ന് ഇവളും ജോജോയിട്ട് കളിയാക്കുമ്പോഴാണ് ജോജോയും ദേഷ്യത്തി അവനോട് എന്തൊക്കെ പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവളുടെ കസിനും പേടിക്കണ്ട, ആ ജജു ഐലൻഡിൽ നടന്ന സംഭവമൊക്കെ ഞാൻ പറയാൻ വേണ്ടി വന്ന്, പക്ഷെ ഞാൻ പറഞ്ഞില്ല. എന്തായാലും നിനക്ക് ആവശ്യമുള്ളൊക്കെ ഞാൻ അവനോട് ചോദിച്ചോ, അവന്റെ കുറെ പൈസ ഉള്ളതുകൊണ്ട് നിന്നെ സഹായിക്കും എന്നിന് ഇവളും പറയുമ്പം ജോജയെ വിഷമിച്ച് ഇവളെന്തിന് ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ചോദിക്കുമ്പം അവളുടെ കസിനും ദേഷ്യത്തി ഇവൾക്ക് ഇതൊക്കെ സഹിക്കാൻ പറ്റുന്നില്ല, ഇപ്പൊ തന്നെ സുൻഹയെ ചെന്ന് ബ്രേക്കപ്പ് ചെയ്യാൻ വേണ്ടി പറയും. അതിനുശേഷം അവൾ വിഷമിച്ച് പുറത്തേക്ക് ചെന്നിട്ട് സുൻഹയെ ഫോൺ വിളിച്ച് നോക്കുമ്പോഴാണ് അവനാണ് ഫോൺ എടുക്കത്തില്ല. അതുകൊണ്ട് ഇവളും കരഞ്ഞോണ്ട് അവനിങ്ങനെ സഹായിച്ചോണ്ട് അവളെ തന്നെ ചെറുതായിട്ട് വിചാരിക്കാന്ന് പറഞ്ഞ് അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. അതേസമയം ഇവിടെ സുൻഹയാണ് അവന്റെ അമ്മയോട് സംസാരിച്ചോണ്ടിരിക്കുക. അപ്പോഴാണ് അവന്റെ അമ്മയും നാളെ വീട്ടിൽ വെച്ചൊരു ഷൂട്ടിംഗ് ഉള്ളതുകൊണ്ട് ഇവനെ നേരത്തെ തന്നെ ഇവിടേക്ക് വരാൻ വേണ്ടി പറയും. അപ്പോഴാണ് അവനും ആ ഷൂട്ടിങ്ങിലൊന്നും പങ്കെടുക്കാൻ താല്പര്യമില്ലെന്ന് പറയുമ്പോൾ അവന്റെ അമ്മയും ദേഷ്യത്തി താല്പര്യമില്ല, തിരിച്ച് അമേരിക്കയിൽ തന്നെ പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്ന് പോകും. അതിന് ശിവന് ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ജോജോ വിളിച്ചതുകൊണ്ട് സന്തോഷത്തി അവൻ തിരിച്ച് അവളെ വിളിക്കും. അപ്പോഴാണ് ഇവിടെ അവൾ സൂപ്പർ മാർക്കറ്റ് വർക്ക് ചെയ്തോണ്ടിരിക്കുമ്പോൾ ഇവന്റെ കോൾ കണ്ടിട്ട് അവൾ അറ്റൻഡ് ചെയ്യത്തില്ല. അതിനെ ശിവൻ അവൾക്ക് മെസ്സേജ് അയച്ച് നിന്റെ ലവ് ലെറ്റർ ഞാൻ എന്ന് അടിപ്പിക്കുന്ന പറഞ്ഞ് അവൾക്ക് മെസ്സേജ് ഇടുമ്പം ഇത് കണ്ടിട്ട് അവളെ തന്നെ എന്തിനാ താഴ്ച ഇങ്ങനെ വിചാരിക്കുന്നെന്ന് പറഞ്ഞ് അവൾക്ക് മനസ്സിലാവത്തില്ല. കാരണം അവന്റെ സ്നേഹം ഇവൾക്ക് കാണിച്ചെന്നേ ഉള്ളു, അത് ഇവൾക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് ഇപ്പൊ അടുത്തത് സ്കൂളിൽ വെച്ചാണ് സുൻഹോ ഹേയും കൂടെ സംസാരിച്ചോണ്ട് വരുമ്പം അവിടെ രണ്ട് പെമ്പിള്ളാരും ഈ ജോജോ സുൻഹോയുടെ അടുത്ത് എല്ലാം അടിച്ചു മാറ്റാൻ നോക്കാന്ന് പറഞ്ഞ് ഇനിയിപ്പോ അവൻ ഛർദ്ദിച്ചാൽ പോലും അവളതൊക്കെ എടുത്തു വയ്ക്കുമെന്ന് ഇവരെ കളിയാക്കി ചിരിച്ചോണ്ടിരിക്കും. അപ്പോഴാണ് ഇത് കേട്ട് അവനാണ് ദേഷ്യത്തെ അടുത്ത് ചെന്നിട്ട് നിങ്ങളിപ്പോ എന്തോ പറഞ്ഞ അവളെ കുറിച്ചെല്ലാം പറയണ്ട, ഇപ്പൊ ഓപ്പൺ ആയിട്ട് പറ. ഏതിന് അവനും പേടിപ്പിക്കുമ്പം അവളുമാരാണ് അവളുടെ കസിനെ ഇതൊക്കെ എല്ലാവരോടും പറയുന്നതെന്ന് പറയും. അതേസമയം ഇവിടെ ജോജോയും അവളുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് ഇവളെല്ലാം ഇതിനു മുമ്പ് തുറന്നു പറയാതെ തന്നെ ഇപ്പൊ സോറി പറയുമ്പം അവളുടെ കൂട്ടുകാരിയും ഇനി നമ്മൾ തമ്മിൽ സംസാരിക്കാൻ ചാൻസ് ഇല്ലെന്ന് പറഞ്ഞ് അവളെ അവോയ്ഡ് ചെയ്യും. അപ്പോഴാണ് അവിടേക്ക് അവളുടെ വേറൊരു കൂട്ടുകാരിയും വന്നിട്ട് സുൻഹയെ കുറിച്ച് ഒരു കാര്യം പറയാൻ വരുമ്പം ജോജയെ കണ്ടങ്ങ് സ്റ്റോപ്പ് ചെയ്യും. അതിനുശേഷം ജോജ തന്നെ എന്തോ സംഭവം ചോദിക്കുമ്പോഴാണ് അവളും പറയുന്ന സുൻഹോ ഇവളുടെ കസിനെ വിളിച്ചോണ്ട് സീരിയസ് ആയിട്ട് പുറത്തേക്ക് പോകുന്ന കണ്ടെന്ന്. അതിനുശേഷം ജോജ അപ്പം തന്നെ അവിടെ നോക്കുമ്പോഴാണ് ഇവിടെ സുൻഹോ അവളെ വിളിച്ചു വരുത്തിയിട്ട് എന്തിനാ ജോജയെ കുറിച്ച് ഇങ്ങനെ മോശമായിട്ട് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നതെന്ന് ചോദിക്കും. അപ്പോഴാണ് അവളും സുൻഹോ ഞാൻ അവളെ നിനക്ക് മനസ്സിലാക്കി തരുക, അവളെ പോലെ ആൾക്കാരൊക്കെ പറ്റുന്നത്രയും നമ്മുടെ അടുത്ത് നിന്ന് പൈസ അടിച്ചു പറ്റാൻ നോക്കുന്നത്. ഏതിന് അവളും പറയുമ്പം ഇവൻ ഇവളോട് സംസാരിക്കാൻ താല്പര്യമില്ലാതെ അവിടെ നിന്ന് പോകാൻ നോക്കും. അപ്പോഴാണ് അവളും പുറയുന്ന ഇവനെ ഹഗ് ചെയ്തിട്ട് ഇവന് ഒത്തിരി ഇഷ്ടമെന്ന് പറഞ്ഞ് അവൾ പ്രൊപ്പോസ് ചെയ്യുമ്പോൾ അവനാണ് അവളെ പിടിച്ച് മാറ്റിയിട്ട് നീ എന്തിനാ ഇഷ്ടപ്പെടുന്നത് നിനക്കറിയാം, കാരണം ഞാൻ റിച്ചാ, എന്റെ അമ്മ ഫേമസ് ആയിട്ടുള്ള ഒരു ആക്ട്രസും, എന്റെ കൂടെ നീ സെറ്റിലാകുവാണ്, പിന്നെ നിനക്ക് വലിയ സ്റ്റാർ ആകാനല്ല ആഗ്രഹം, അത് എന്റെ കൂടെ കറങ്ങുവാണ് നിനക്ക് എളുപ്പത്തിലാകാൻ പറ്റുമല്ലോ, അതിന് വേണ്ടിയല്ലേ നീ എന്നെ ഇഷ്ടപ്പെടുന്നത്, എങ്കിൽ പിന്നെ നിനക്ക് എത്ര വേണമെങ്കിലും എന്നെ യൂസ് ചെയ്യാം, ഞാൻ തന്നെ എല്ലാവരോടും പറയാം നമ്മൾ തമ്മിൽ ക്ലോസ് ആണെന്ന്, നീ എന്റെ കൂടെ എടുത്ത ഫോട്ടോസ് കിട്ടോ, നിന്നെ ഫേമസ് ആക്കാൻ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ അതിന് പകരമായിട്ട് ഇനി മേലെ നീ ജോജയെ കുറിച്ച് ഇനി താഴ്ത്തി ഒരിക്കലും പറയില്ല. എന്നിട്ട് അവൻ അവളെ വാൺ ചെയ്യുമ്പോൾ അവിടേക്ക് ജോജ വന്നിട്ട് മറ്റവൾ അവിടെ നിന്ന് പോകും. അപ്പോഴാണ് ഇവനും ഇവളോട് ചോദിക്കാതെ അവൻ ക്യാൻറ്റീനിലെ പൈസയൊക്കെ അടച്ചത് ഇവന്റെ തെറ്റാന്ന് പറഞ്ഞ് അവളോട് സോറി പറയും. അപ്പോഴാണ് അവൻ വിഷമിച്ചിരിക്കുന്നിട്ട് സുൻഹോ നീ ചെയ്ത തെറ്റൊന്നുമില്ല, എനിക്കറിയാം നീ എന്നെ സഹായിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്തേന്ന്, ഞാനായാലും ഇത് തന്നെ ചെയ്തേനെ. എന്നിട്ട് അവളും അവന്റെ തലയെ തടവി കൊടുത്ത് ഇവന് നല്ല പൈനാന്ന് പറയും. അപ്പോഴാണ് ഇവരുണ്ട് സംസാരിക്കുന്ന സൈഡിൽ നിന്ന് ഹെയ്യനും കേട്ട് വിഷമിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവിടെ ജോജോയുടെ കൂട്ടുകാരിയും മറ്റേ ഇൻസെക്കിന്റെ ലവലറ മടിപ്പിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കുന്ന അവനും അവളും വിളിച്ചോണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കും. ഇവളെന്തിനാ വീണ്ടും വീണ്ടും അവന്റെ ലവലറ മടിപ്പിക്കുന്നതെന്ന്. അപ്പോഴാണ് അവളും അത് എന്നെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഫീലിങ്സ് ഒന്നല്ലെന്ന് പറഞ്ഞ് അവനോട് പറയുമ്പോൾ ഇവനെങ്കിൽ പിന്നെ ഇവളെ ലവലർ അടിപ്പിക്കുന്നുണ്ട്, അവനെ കൊണ്ട് തിരിച്ചത് അടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവനവൾ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും. എന്നിട്ട് അന്ന് രാത്രി സുൻഹോയുടെ വീട്ടിൽ ടിവിക്കാരൊക്കെ ഒന്ന് ഷൂട്ടിംഗ് എടുത്തോണ്ടിരിക്കുമ്പോഴാണ് അവനാണ് അതിൽ പങ്കെടുക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ല, അതുകൊണ്ട് അവന് അപ്സെറ്റ് ആയിട്ട് തന്നെ ഇരിക്കുന്നത്. എന്നിട്ട് അവന്റെ അമ്മയും സിനിമയുടെ കൂടെ തന്നെ അവരുമായി സുൻഹോയുടെ കൂടെയും കുറെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അവനാണ് ഇതൊരു ദേഷ്യത്തി അവരുടെ കൈ അങ്ങ് തട്ടിക്കളയും. അതുകൊണ്ട് അവന് നാണം കെട്ടിട്ട് തൽക്കാലം ഈ ഷൂട്ടിംഗ്
എടുത്തു വെക്കാൻ പറഞ്ഞ് റൂമിലേക്ക് ചെന്ന് അവനെ വഴക്കുറയും. ഇവൻ ഈ ഷൂട്ടിംഗ് പങ്കെടുക്കാൻ താല്പര്യമില്ലെങ്കിലും വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലെന്ന്. അപ്പോഴാണ് അവൻ അവന്റെ അമ്മയോട്, അമ്മേ നിങ്ങൾക്ക് എപ്പോൾ തൊട്ട് എൻ്റെ ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹം? എൻ്റെ ഓർമ്മയിൽ കൊച്ചിലെ തൊട്ട് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നാൽ പോലും നിങ്ങൾ ദേഷ്യത്തിനെ പറഞ്ഞു വിടാനും നോക്കുന്നത്. അന്നൊരു കൊച്ചുബായനൊന്നും നോക്കാതെ നിങ്ങൾ എനിക്ക് ആൽക്കഹോളിനകത്ത് ഡ്രഗ്സ് തരുന്നതെന്ന് അതെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ഇവനും ചോദിക്കുമ്പോൾ ഇത് കേട്ട് ഇവന്റെ അമ്മയാണ് ഷോക്കായിട്ട് അതൊക്കെ ഇവൻ ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഇവനെ സമാധാനപ്പെടുത്താൻ നോക്കുമ്പോൾ അവനും ദേഷ്യത്തി നമ്മൾ വേണേൽ സന്തോഷത്തിൽ ജീവിക്കുന്ന പോലെ പുറത്ത് നാടകം കളിക്കാം, അല്ലാതെ എന്നെ കൊണ്ട് സന്തോഷം ജീവിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് അവന്റെ അമ്മയെ പറഞ്ഞുവിടും. അതുകൊണ്ട് അവരും എങ്കിൽ പിന്നെ അതെങ്കിലും കറക്റ്റായിട്ട് ചെയ്യുന്ന പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവൻ എനിക്കൊരു സോറി മാത്രം മതി അമ്മയെന്ന് പറഞ്ഞ് അവരോട് ചോദിക്കും. അതിനുശേഷം ഇവിടെ ഹെയ്യുങ്ങും സുൻഹോയുടെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് അവനെ കാണാൻ വേണ്ടി വരുമ്പോൾ അവനാണ് റൂമിൽ കാണത്തില്ല. കാരണം അവൻ അടുത്ത സെക്കൻഡ് തന്നെ ജോജയെ കാണാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ ചെന്ന്. പക്ഷെ അവിടെ അവളുടെ ആന്റി ആയിരിക്കും ജോലി ചെയ്തോണ്ടിരിക്കുന്നത്. ഇതേ സമയം ഇവിടെ വീട്ടിൽ ഇരുന്ന് അവളുടെ കസിനും സുൻഹോ ഇവളെ തള്ളിയിട്ട് റാഗ് ചെയ്തെന്ന് അറിഞ്ഞ് സ്കൂളിൽ നാളെ ചെന്ന് പറയണമെന്ന് അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതേട് ജോജയാണ് പെടുന്ന ഫോൺ കട്ട് ചെയ്തിട്ട് ഇവൾക്കൊല്ലം പ്രശ്നമുണ്ട് അതൊക്കെ അവളോട് തീർക്കാൻ വേണ്ടി പറയും. അല്ലാതെ സുൻഹോ വെറുതെ ശല്യപ്പെടുത്തലെന്ന് വാൺ ചെയ്യുമ്പോൾ ഇത് കേട്ട് അവളുടെ കസിനും അവളോട് ദേഷ്യപ്പെടും. ഓ ജോജോ, നിന്റെ കൂടെ ഇപ്പൊ സുൻഹോ ഉണ്ടെന്ന് പറഞ്ഞ ധൈര്യത്തിലാണോ? അവൻ നിന്നെ പോലെയുള്ള ആൾക്കാരുടെ കൂടെ എപ്പോഴും കാണുമെന്ന് നീ വിചാരിക്കുന്നുണ്ടോ എന്നിന് അവളും ചോദിക്കുമ്പോൾ ഇത് കേട്ട് ജോജയാണ് എങ്കിൽ പിന്നെ ഞാൻ എങ്ങനത്തെ ഒരു വ്യക്തിയാന്ന് ഇവളോട് തന്നെ ഇപ്പൊ ചോദിക്കും. അപ്പോഴാണ് അവളുടെ കസിനും നിന്റെ അമ്മ കാരണോ ഞങ്ങളുടെ ഫാമിലി കടത്തിലായ കൂടെ നിന്നെ വളർത്തുന്നത് തന്നെ പാവം തോന്നിയിട്ട അങ്ങനത്തെ ഒരു വ്യക്തി നീ സുൻഹയെ ഡേറ്റ് ചെയ്യാവോ എന്നിന് അവളും പറയുമ്പം ജോജയും വിഷമിച്ച് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഇവളുടെ കസിനാണ് അടി ഉണ്ടാക്കും. അപ്പോഴാണ് അവിടേക്ക് വരുന്ന അവളുടെ ആന്റിയും നീ എന്തിനാണ് എന്റെ മോളെ വഴക്കുറഞ്ഞെന്ന് പറഞ്ഞ് അവളെ സപ്പോർട്ട് ചെയ്യും. അപ്പോഴാണ് ഇതൊരു ജോജയും ഞാനല്ല ആന്റി തെറ്റിയതെന്ന് അവളും പറയാൻ വരുമ്പം ഇവളുടെ ആന്റിയാണ് അതൊന്നും കേൾക്കാതെ നീയും നിന്റെ അമ്മയെ പോലെ തന്നെ അവളെ പോലെ ഒരു മോശമായിട്ട് സ്ത്രീയായിട്ട് നീയും വരാൻ വന്ന് എന്നിന് ഇവരും പറയുമ്പം അവള് വിഷമിച്ചിട്ട് എന്റെ അമ്മ നിങ്ങളുടെ സിസ്റ്റർ അല്ലേന്ന് ചോദിക്കും. അപ്പോഴാണ് അവരും ആണൊരു സിസ്റ്ററാ, അതുകൊണ്ടാ ഞാൻ ഇതുവരെ നിന്നെ ഈ വീട്ടിൽ നിർത്തിയേക്കുന്നത്. ഒരു പക്ഷെ നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോടി എന്നിന് അവള് ദേഷ്യത്തിലങ്ങ് പറഞ്ഞേക്കും. അതിനുശേഷം അവളും കരഞ്ഞോണ്ട് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ചെല്ലുമ്പോഴാണ് ഇവളും കൊച്ചുകാലത്ത് നടന്നേക്ക് ഇങ്ങനെ ഓർത്ത് വെക്കും. അങ്ങനെ അതൊക്കെ ആലോചിച്ചോണ്ട് ഇവള് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഇവളുടെ ഫ്രണ്ട് സുൻഹോ വന്നിരിക്കും. കാരണം ഇവള് കടയില്ലാത്തോണ്ട് അവളെ അന്വേഷിച്ചാൽ ഇപ്പൊ ഫ്രണ്ട് വന്നിരിക്കും. അങ്ങനെ അതോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്നു. ഇതിനുശേഷം എന്തൊക്കെ സമയക്കാം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.